ഗ്രാമത്തിന്റെ അറ്റത്ത് കാറ്റിലലിഞ്ഞു പോകുന്ന വയലുകൾ, അസ്തമയ സൂര്യന്റെ പൊൻനിറം. ചെറുകുടിലിനു മുമ്പിൽ നന്നവേല തന്റെ മരമ്പടി പിടിച്ചിരിക്കുന്നു. കണ്ണിൽ ഒരു അറിവുള്ള പുഞ്ചിരി, പക്ഷേ ഹൃദയത്തിൽ വലിയൊരു കരുതൽ. വരിയരികിൽ നിന്ന് ഓടിയെത്തുന്നു എലിറ, പൊടി പടർന്ന വസ്ത്രം. പക്ഷേ കണ്ണിൽ സ്വപ്നങ്ങൾ. വേല: എലിറേ, ഇന്ന് വൈകി വന്നോ? എലിറ ചിരിച്ച് വയലിൽ പൂക്കൾ കണ്ടുനിന്നു. വീടുക്കുള്ളിൽ അടുപ്പിന്റെ ചൂടിലിരുവരും. വേല അവൾക്ക് ഭക്ഷണം വിളമ്പുന്നു. കൈകളിൽ സൗമ്യത, കണ്ണുകളിൽ സ്നേഹം. വേല പതിയെ ചായ കുടിക്കുമ്പോൾ എലിറയുടെ മുഖം നോക്കി. ഒരുപാട് പറയാൻ തോന്നുന്നു, പക്ഷേ മിണ്ടുന്നില്ല. രാത്രി ഉറക്കത്തിനു മുമ്പ് എലിറ കിടക്കയിൽ ഉറങ്ങുന്നു. വേല അവളുടെ തലോടൽ നോക്കി നിന്ന് കണ്ണുകൾ അല്പം നനയുന്നു. പതുക്കെ മുന്നോട്ട് ചെന്നു അവളുടെ മുടിയിൽ വിരലോടിച്ചു. വേല, നീ കാണാത്തൊരു ലോകം നിന്നെ കാത്തിരിക്കുന്നു. അകലെയുള്ള യാഥാർത്ഥ്യം. വേല ജനാലക്കരികിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്നു. ദൂരത്ത് കൊട്ടാരം സ്വർണ വെളിച്ചത്തിൽ മിന്നുന്നു. ഒരു ഭാരമുള്ള ശ്വാസം, മനസ്സിൽ വലിയൊരു തീരുമാനം. എലിറ കൊട്ടാരത്തിലേക്ക് പോകുന്നത് നന്നാവേല അവളെ ഒരു പ്രത്യേക ദൗത്യത്തിന് അയക്കുന്നതാണ്. രാജാവിന്റെ കൊട്ടാരത്തിൽ ഒരു മന്ത്രശാപം പടർന്നിരിക്കുന്നു. അതിനെ മാറ്റാൻ കഴിയുന്ന ഒരേയൊരു വ്യക്തി ശുദ്ധ ഹൃദയവും നിസ്വാർത്ഥമായ സ്നേഹവുമുള്ള ഒരാൾ മാത്രമാണ്. നന്നാവേലയ്ക്കറിയാം എലിറയുടെ ഹൃദയം അങ്ങനെ തന്നെയാണെന്ന്. അവളെ രാജകുമാരിക്ക് സഹായം ചെയ്യാനും രാജ്യത്തെ രക്ഷിക്കാനും അയക്കുകയാണ്. എന്നാൽ എലിറയ്ക്ക് ഇതറിയില്ല. അവൾക്കിതൊരു വലിയ യാത്രയും പരീക്ഷണവുമാണ്. പുലർച്ചെ സൂര്യപ്രകാശം ഗ്രാമത്തെ സ്വർണ്ണനിറത്തിൽ പൊതിഞ്ഞു. എലിറ കൊട്ടാരത്തിലേക്കുള്ള യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നു. വേളാമ്മ രാവിലെ തന്നെ എഴുന്നേറ്റ് പഴയ അലമാരയിൽ നിന്ന് ഒരു നീല സിൽക്ക് ഷാൽ എടുത്ത് എലിറയുടെ ചുമലിൽ വെച്ചു. വേളാമ്മ, ഇത് നിന്റെ അമ്മയുടെ ഷാളാണ്. നിന്നെ എല്ലായിടത്തും അവളുടെ സ്നേഹം ചുറ്റിപ്പിടിക്കട്ടെ. എലിറ കണ്ണുനീരോട് ചിരിച്ചു. ഗ്രാമവീതിയിലൂടെ അവർ പോകുമ്പോൾ വേളാമ്മയുടെ കയ്യിൽ പഴയ കൈത്തടി. പക്ഷെ ഓരോ അടിയും അവളുടെ മനസ്സിന് ഭാരമായിരുന്നു. മാർഗത്തിനിടയിൽ അവർ ഒരു പൂന്തോട്ടത്തിന് സമീപം നിൽക്കുന്നു. വേളാമ്മ ഒരച്ഛൻ കണ്ടില്ലെന്ന് നടിച്ച ഒരു ചുവന്ന റോസ് എലിറയുടെ ബാഗിൽ ഒളിപ്പിച്ചു. കൊട്ടാര കവാടത്തിലെത്തിയപ്പോൾ വേളാമ്മ എലിറയുടെ കൈ പിടിച്ചു പതുക്കെ അടുപ്പിച്ചു. ഓർമ്മിക്കുക, നീ ആരാണെന്നത് ഒരിക്കലും മറക്കരുത്. കവാടങ്ങൾ അടഞ്ഞു. വേളാമ്മ പുറത്തിറങ്ങി നിന്നു. കണ്ണുനീർ മായ്ച്ചു. പക്ഷേ ചുണ്ടിൽ ഒരു അഭിമാനച്ചിരി.